വോട്ട് ചോരി എന്ന പേരിൽ രാജ്യം കണ്ട എക്കാലത്തെയും പ്രമാദമായ വാർത്താ സമ്മേളനം രാഹുൽ ഗാന്ധി നടത്തിയിട്ട് ആഴ്ച 1 ആവുന്നു. എന്നാൽ ഇതുവരെയും രാഹുൽ ഗാന്ധി ഉന്നയിച്ച ആരോപണങ്ങൾക്ക് കൃത്യമായ മറുപടി നൽകുവാൻ രാജ്യത്തിന്റെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കഴിഞ്ഞിട്ടില്ല എന്നതാണ് വസ്തുത. കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധിക്ക് മറുപടി എന്ന വണ്ണം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു പത്രസമ്മേളനം നടത്തിയിരുന്നു. എന്നാൽ BJPയുടെ ഘടകകക്ഷി നടത്തുന്ന ഒരു പത്രസമ്മേളനം എന്ന രീതിയിലാണ് ജനത അതിനെ നോക്കിക്കണ്ടത്. കാരണം രാഹുൽ ഗാന്ധി ഉന്നയിച്ച ഒരു ആരോപണങ്ങൾക്കും വ്യക്തവും സ്പഷ്ടവുമായ രീതിയിൽ ഒരു മറുപടി നൽകുവാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പക്ഷവും പ്രതിപക്ഷവും ഇല്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നടത്തിയ പത്രസമ്മേളനം അക്ഷരാർത്ഥത്തിൽ ഭരണപക്ഷ മുന്നണിയുടെ ചെയ്തികളെ ന്യായീകരിക്കും വിധമാണ് മുന്നോട്ട് പോയത്. ഇതിലൂടെ തന്നെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പക്ഷം ഏതാണെന്നുള്ളത് രാജ്യത്തിന് കൃത്യമായി ബോധ്യപ്പെട്ടു കഴിഞ്ഞു. ശക്തമായ BJP വിരുദ്ധത ആഞ്ഞടിക്കുന്ന ബീഹാറിൽ മാത്രം SIR നടപ്പിലാക്കുന്നതിനെ ദുർബലമായ ന്യായീകരണങ്ങൾ കൊണ്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരിട്ടത്. ബീഹാറിൽ മാത്രമേ SIR ആവശ്യമുള്ളൂ, അവിടെ നിഷ്പക്ഷമായി കുറ്റങ്ങൾ ഇല്ലാതെയാണ് അത് നടത്തുന്നത്. എന്നാൽ ബീഹാറിൽ കാര്യങ്ങൾ അങ്ങനെയല്ല. BJP അല്ലാതെയുള്ള ഇതര പാർട്ടി അനുഭാവികളുടെ വോട്ടുകൾ വെട്ടിക്കളയുക, മരിച്ചവരുടെ പേരിലും മണ്ഡലത്തിൽ ഇല്ലാത്തവരുടെ പേരിലും അനധികൃതമായി കള്ളവോട്ട് ചേർക്കുക എന്നിവ വളരെ വ്യാപകമായി ബീഹാറിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം വോട്ടർ പട്ടികയിൽ നിന്നും മരിച്ചവർ എന്ന പേരിൽ നീക്കം ചെയ്ത 7 പേരുമായി രാഹുൽ ഗാന്ധി നടത്തിയ ചായ സൽക്കാരം ഇതിന് വ്യക്തമായ ഉദാഹരണമാണ്. ഡിജിറ്റൽ ഡാറ്റ നൽകിയാൽ വോട്ടർമാരുടെ സ്വകാര്യത ലംഘിക്കപ്പെടുമെന്നാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പക്ഷം. എന്നാൽ ഫോട്ടോ പതിച്ച വോട്ടേഴ്സ് ലിസ്റ്റും പൗരന്റെ അനുവാദം ചോദിക്കാതെ പോളിംഗ് ബൂത്തുകളിൽ വെക്കുന്ന CCTVയും സ്വകാര്യതയിൽ പെടില്ലേ എന്ന് മറുചോദ്യം ചോദിച്ചാൽ അതിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരമില്ല. രാഹുൽ ഗാന്ധി ഉന്നയിച്ച CCTV ദൃശ്യങ്ങളുടെ കാര്യത്തിലും തെരഞ്ഞെടുപ്പ് കമ്മീഷന് സ്വകാര്യതാ ലംഘനത്തിന്റെ കഥകളാണ് പറയാനുള്ളത്. അതായത് പോളിംഗ് ബൂത്തിലെ CCTV ദൃശ്യങ്ങൾ ചോദിച്ചത് ഏതോ ബെഡ്റൂമിൽ ഒളിക്യാമറ വെച്ച് ഷൂട്ട് ചെയ്ത ദൃശ്യങ്ങൾ ചോദിച്ചതുപോലെ തന്നെ വലിയൊരു അപരാധമായി കണക്കിട്ട് അതിനെ പൗരന്റെ സ്വകാര്യത എന്ന ഓമനപ്പേരിട്ട് വിളിച്ചു വന്ന് പത്രസമ്മേളനം നടത്തുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിലവാരം എന്തെന്ന് രാജ്യത്തെ ജനങ്ങൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. വീട്ടുനമ്പർ സ്ഥാനത്ത് 0 ഇട്ടതിൽ യാതൊരു അസ്വാഭാവികതയില്ലെന്നും രാജ്യത്ത് വീട്ടുനമ്പർ ഇല്ലാത്തവർക്കും വോട്ട് ചെയ്യേണ്ടേ എന്നുമുള്ള വളരെ നിഷ്കളങ്കമായ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചോദ്യത്തിന് അച്ഛനില്ലാത്തത് കൊണ്ടാണോ തൽസ്ഥാനത്ത് ABCD മുതൽ Z വരെയുള്ള അക്ഷരമാല കൊണ്ട് അലങ്കരിച്ചതെന്ന് മറുചോദ്യം രാജ്യത്തെ ഒരു പൗരൻ ചോദിച്ചാൽ അതിനെ ന്യായമെന്നല്ലേ നമുക്ക് പറയുവാൻ കഴിയൂ. ഇരട്ട വോട്ട് വിവാദത്തിൽ സ്ഥലം മാറിപ്പോകുമ്പോൾ പൗരന് ഇരട്ട വോട്ടുണ്ടാവുക സ്വാഭാവികമാണെന്ന് ഒഴുക്കൻ മട്ടിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി പറയുമ്പോൾ ഇരട്ട വോട്ടുകൾ ഉണ്ടോ എന്ന് ക്രോസ് ചെക്ക് ചെയ്യേണ്ടതും ഇരട്ട വോട്ടുണ്ടെങ്കിൽ അതിനെ നീക്കം ചെയ്ത് കുറ്റമറ്റ വോട്ടർ പട്ടിക തയ്യാറാക്കേണ്ടതും രാജ്യത്തെ പ്രതിപക്ഷത്തിന്റെ മാത്രം ഉത്തരവാദിത്തമാണെന്ന് ആർക്കെങ്കിലും തോന്നിയാൽ അതിലും അത്ഭുതമില്ല. എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി 7 ദിവസത്തിനകം സത്യവാങ്മൂലം നൽകണമെന്ന് കമ്മീഷന്റെ തിട്ടൂരത്തിനു മുൻപിൽ എന്തായാലും മുട്ടുമടക്കുവാൻ രാഹുൽ ഗാന്ധിയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഇന്ത്യ സഖ്യവും തൽക്കാലം തയ്യാറല്ല. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാക്കിയ വോട്ടർ പട്ടികയിൽ വ്യാപകമായ ക്രമക്കേടുകൾ ഉണ്ടെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷന് തന്നെ പരാതി നൽകുക എന്നത് എത്ര വിരോധാഭാസമായ കാര്യമാണ്. കുറ്റമറ്റ വോട്ടർ പട്ടികയും തിരഞ്ഞെടുപ്പ് പ്രക്രിയയും നടപ്പിലാക്കേണ്ട തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ വോട്ടർ പട്ടികയിൽ ക്രമക്കേട് നടത്തുകയും പൗരന്റെ അവകാശമായ വോട്ടുകൾ മോഷ്ടിക്കുകയും ചെയ്താൽ അത് തിരുത്തി തരൂ എന്ന് പറഞ്ഞുകൊണ്ട് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് തന്നെ സത്യവാങ്മൂലം എഴുതി ഒപ്പിട്ട് നൽകുവാൻ മാത്രം ബോധ്യങ്ങളില്ലാത്തവനല്ല രാഹുൽ ഗാന്ധി. രാഹുൽ ഗാന്ധിയുടെ സത്യവും സത്യവാങ്മൂലവും ജനങ്ങൾക്ക് മുൻപിലാണ് അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. രാജ്യത്തെ ജനങ്ങൾക്ക് അത് ഏറെക്കുറെ ബോധ്യപ്പെട്ടു കഴിഞ്ഞു. നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള 3ാം മോദി സർക്കാർ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പിക്കുന്ന വിധമുള്ള വോട്ട് ക്രമക്കേടുകൾക്ക് മുകളിൽ വിരിഞ്ഞ താമര മാത്രമാണെന്ന് രാജ്യം ഇന്ന് തിരിച്ചറിയുന്നുണ്ട്. ബീഹാറിൽ രാഹുൽ ഗാന്ധിയുടെയും തേജസ്വി യാദവിന്റെയും നേതൃത്വത്തിൽ നടക്കുന്ന വോട്ട് അധികാര യാത്രയിൽ ഉണ്ടാകുന്ന ജനപങ്കാളിത്തം, വോട്ട് ചോരി വിഷയത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ നിറയുന്ന പിന്തുണ, ഇവയെല്ലാം ചൂണ്ടിക്കാണിക്കുന്നത് മോദി സർക്കാരിന് ഭയപ്പെടുക തന്നെ വേണമെന്നാണ്. ഒരു ഘട്ടം കഴിഞ്ഞാൽ ഏതൊരു ഫാസിസ്റ്റ് ഭരണകൂടത്തിനും ഒരു അന്ത്യമുണ്ടാവുക സ്വാഭാവിക നടപടിക്രമം മാത്രമാണ്. ഇവിടെ നരേന്ദ്രമോദിയും അമിത്ഷായും ചേർന്ന് നേതൃത്വം നൽകുന്ന ഫാസിസ്റ്റ് സർക്കാരിന്റെ തിരുനെറ്റിയിലടിച്ച ആരോപണമാണ് രാഹുൽ ഗാന്ധി മുന്നോട്ട് വെച്ച വോട്ട് ചോരി ക്യാമ്പയിൻ. ഇത് കേവലം മഹാദേവപുര മണ്ഡലത്തിലെ വിഷയം മാത്രമല്ല. രാജ്യത്തെ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും എല്ലാ പാർലമെന്റ് മണ്ഡലങ്ങളിലും വോട്ടർ പട്ടികയിൽ ശുദ്ധികലശം നടന്നുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ തെളിവുകൾ പുറത്തുവരാനിരിക്കുന്നതേയുള്ളൂ.
വോട്ട് ചോരി എന്ന പേരിൽ രാഹുൽ തുറന്നുവിട്ട കുപ്പിയിലെ ഭൂതം മോദി സർക്കാരിന്റെ അന്തകരാകുമെന്നതിൽ സംശയമില്ല. കൊട്ടിഘോഷിച്ച് പത്രസമ്മേളനം നടത്തി തങ്ങളുടെ ഭാഗം ന്യായീകരിക്കാൻ ഇറങ്ങി തിരിച്ച കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അടക്കം നാണം കെട്ട അവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത്. തങ്ങളുടെ നിലപാടുകളിൽ യാതൊരു വ്യക്തതയും വരുത്തുവാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ നിമിഷം വരെ കഴിഞ്ഞിട്ടില്ല. ഇത് തന്നെയാണ് രാഹുൽ ഗാന്ധി ഉന്നയിച്ച ആരോപണങ്ങളുടെ കാതലും. ജനങ്ങളുടെ മൗലികമായ അവകാശമാണ് ഇവിടെ പരസ്യമായി അപഹരിക്കപ്പെട്ടത്. എന്നിട്ടും ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ആവർത്തിച്ചു പറയുന്നത് ഇതാണ്: ഭരണകക്ഷിയും പ്രതിപക്ഷവും ഒരുപോലെയെന്ന്. പ്രതിപക്ഷം തെളിവ് സഹിതം ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു കാണിച്ച വോട്ട് മോഷണം പരിശോധിക്കാതെ തള്ളുന്നതും ഭരണകക്ഷിക്ക് വേണ്ടി വിടുവേല ചെയ്യുന്നതുമൊക്കെയാണ് ഇലക്ഷൻ കമ്മീഷന്റെ നിഷ്പക്ഷത. ഇത്ര നിഷ്പക്ഷമതിയായ ഇലക്ഷൻ കമ്മീഷൻ ഉള്ളപ്പോൾ എന്ത് നീതിയാണ് തങ്ങളുടെ വോട്ടവകാശം മോഷ്ടിക്കപ്പെടുന്നതിൽ പ്രതീക്ഷിക്കേണ്ടത്? എങ്കിലും പ്രത്യാശയോടെ നമുക്ക് കാത്തിരുന്ന് കാണാം യഥാർത്ഥത്തിൽ ജനങ്ങൾ വിധിയെഴുതുന്ന ആ നല്ല നാളുകളെ.